ഹായ് എവരി വൺ. നീറ്റിന്റെ റിസൾട്ട് വന്നു. നമ്മളോടൊപ്പം സൈലത്തിന്റെ ഒരു ടോപ്പർ ഉണ്ട്, കൂടെ അഭിനവാണ് നമ്മളോടൊപ്പം ഉള്ളത്. അഭിനവ് നാദാപുരംകാരനാണ് അല്ലേ? റിസൾട്ട് വന്നിട്ട് എന്ത് ഫീൽ ചെയ്യുന്നു? റിസൾട്ട് ഇപ്പോ ആദ്യം എക്സാം എഴുതിയപ്പോ എക്സാം ടഫ് ആയതുകൊണ്ട് മാർക്ക് കുറവാണ്. അപ്പോ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ റാങ്ക് മനസ്സിലായപ്പോ അതൊക്കെ ഒരു സമാധാനമായി. അപ്പൊ മാർക്ക് ഇനിയിപ്പം കുറഞ്ഞാലും അല്ലെങ്കിൽ ആ ഒരു എക്സാം ടഫ് ആയാലും നമ്മളെ റാങ്കിനെ അത് ബാധിക്കില്ല എന്നുള്ളത് മനസ്സിലായി. കുറച്ചുകൂടി നല്ലത്. നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. യെസ്, നല്ല ഒബ്സർവേഷനാണ്. അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാണ് എന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നിനക്ക് മാത്രമാണോ ടഫ്, അല്ലെ എല്ലാവർക്കും ടഫാണോ, ഇതൊന്നും നമുക്ക് അന്നേരം മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ സമയം പാനിക് ആയിരുന്നോ? ഞാൻ ഫിസിക്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് റൗണ്ട് ഞാൻ ഒരു സമയം വെച്ചിരുന്നു. അതിനകത്ത് മാക്സിമം ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയൊക്കെ ചെയ്തിട്ടേ വരുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഞാൻ നോക്കുമ്പോൾ ആകെ 12 ക്വസ്റ്റിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് ഒരുപാടുണ്ടല്ലോ ബാക്കി. പക്ഷെ ഞാൻ പിന്നെ പെട്ടെന്ന് കെമിസ്ട്രിയിലേക്ക് പോയി. കെമിസ്ട്രി ചെയ്ത് ബയോളജി എല്ലാം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ബാക്കി ഒന്നൊക്കെ ചെയ്തു. പിന്നെ ഫിസിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായി. ഇനി ഇത് മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളതായിട്ട്. പക്ഷെ എന്നാലും കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എപ്പോഴും പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഇത് വന്നതുകൊണ്ട് ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എങ്ങനെ അത് മാനേജ് ചെയ്തു? അത് ആ എക്സാം കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തല്ലോ. പിന്നെ ഫിസിക്സ് ടഫ് ആയപ്പോഴും കെമിസ്ട്രിയിൽ പോയിട്ട് അത് കെമിസ്ട്രീനെ ബാധിച്ചിട്ടില്ലല്ലോ. അത് കെമിസ്ട്രി ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ കെമിസ്ട്രി തുടങ്ങിയപ്പോൾ ഫിസിക്സ് മറന്നു. കെമിസ്ട്രി പോയി. പിന്നെ കെമിസ്ട്രി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഫിസിക്സ്. എപ്പോഴാണ് പിന്നെ തിരിച്ചറിഞ്ഞത് ഈ എക്സാം എല്ലാവർക്കും ടഫാണെന്നും കട്ട് ഓഫ് താഴെ പോകുന്നു, മാർക്ക് കുറയുന്ന പ്രശ്നമില്ല എന്നൊക്കെ? പിന്നെ എപ്പോഴാണ് മനസ്സിലായത്? ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ വിളിച്ചു. ആദ്യം നല്ല വിഷമം ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി തന്നെ അമ്മയെ കണ്ടപ്പോഴും നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഓരോരുത്തരെ വിളിച്ചപ്പോഴും അവർ ഇതേ റേഞ്ച് ഒരു കുറച്ച് ടഫാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഇതുണ്ടെങ്കിലും പിന്നെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. എന്നാലും എവിടെ വരെ കട്ട് ഓഫ് താഴ്ന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. പിന്നെ രാത്രി ലൈവൊക്കെ വന്നപ്പോൾ ഒരുവിധം സമാധാനം. അപ്പോൾ എക്സാം ടഫാണ്, കട്ട് ഓഫ് താഴേക്ക് വരുന്നുള്ള ഒരു അപ്പോൾ സമാധാനമായില്ലേ? നീ +2 പഠിച്ചത് സ്റ്റേറ്റ് ബോർഡാണ്, 10ാം ക്ലാസ് പഠിച്ചത് മലയാളം മീഡിയമാണ് അല്ലേ? +2 പഠിച്ച സ്കൂൾ ഏതായിരുന്നു? നാദാപുരം. ആ സമയത്ത് വേറെ കോച്ചിങ്ങോ, അതായത് എൻട്രൻസിന് വേണ്ടി സെപ്പറേറ്റ് പ്രിപ്പറേഷനോ MCQ സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ചെയ്തിരുന്നോ? ഇല്ല. പിന്നെ ഞാൻ +2 കഴിഞ്ഞപ്പോൾ ക്രാഷ് ആയിട്ട് സൈലത്തിൽ തന്നെ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തു. പക്ഷെ അത് അധികം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു റഷിൽ എന്നാലും റിപ്പീറ്റ് ചെയ്താലേ കിട്ടൂ എന്നുള്ളൊരു തോന്നലുണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. എന്നാലും ക്രാഷ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് നീറ്റിൽ എത്ര സ്കോർ ഉണ്ടായിരുന്നു? 470 ഉണ്ടായിരുന്നു. ഓക്കെ, ആ വർഷം നീറ്റ് കുറച്ച് സിമ്പിൾ ആയിരുന്നു. എന്നാലും 470 വരെ സ്കോർ ചെയ്തു. നല്ല മാർക്കാണ്. പിന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ട് സൈലം ചൂസ് ചെയ്തു? സൈലം ഒന്നാമത് ഇവിടെ നല്ല സ്ട്രെസ് ഫ്രീ ആയ ക്യാമ്പസാണ്. അത് പിന്നെ ഹൈബ്രിഡ് അതുകൊണ്ട് ആദ്യത്തെ ദിവസം ഓൺലൈൻ ഡേ നമുക്ക് ധാരാളം സമയം കിട്ടും. നമ്മൾ സെൽഫ് സ്റ്റഡിക്കായി. അപ്പോൾ നമുക്ക് കൂടുതലായി പഠിച്ച കാര്യം റിവൈസ് ചെയ്യാനും എല്ലാത്തിനും സമയം കിട്ടും. സ്ട്രെസ് ഫ്രീ ക്യാമ്പസ് ആണ് എന്നുള്ളത് നീ പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത്. ഈ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് സ്ട്രെസ് ഫ്രീ ക്യാമ്പസ് ആയിരിക്കും എങ്ങനെ മനസ്സിലായത്? ഞാൻ ഇവിടെ പഠിച്ച ആൾക്കാരോട് ചോദിച്ചിരുന്നു എങ്ങനെ സൈലം എങ്ങനെ. അപ്പോൾ അവർ ഇവിടെ കുറച്ചും കൂടി എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും. അത്രേ സമയം കൊണ്ട് നമുക്ക് എല്ലാം ചെയ്ത് പറ്റും. അവർ പറഞ്ഞ അഭിപ്രായം ഇവിടെ വന്ന് നിനക്ക് സ്വയം എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നമ്മുടെ ഏറ്റവും കംഫർട്ടായ സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അത് തന്നെ ഏറ്റവും നല്ല കാര്യം. ഇപ്പോൾ ഹോസ്റ്റലിൽ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിരുന്നല്ലോ. ഹോസ്റ്റലിൽ തന്നെയായിരുന്നു നിങ്ങളുടെ ക്ലാസ്, ടീച്ചേഴ്സ് നിങ്ങളെടുത്ത് വന്ന് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ ഇതേപോലെ ഫുൾ ടൈം ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളിടയ്ക്ക് ചിലപ്പോൾ മടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഉഴപ്പുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് എങ്ങനെ അതൊക്കെ മാനേജ് ചെയ്തു? നമ്മളെല്ലാവരും ഒരേ സമയത്ത് അങ്ങനെ ഡൗൺ ആയിട്ടില്ല. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഓക്കെ ആവും. നമ്മൾ ഒരാൾ താഴുമ്പോൾ മറ്റേ ആൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് നമ്മളെ പുറത്തുകൊണ്ട് സിനിമ കാണിക്കാൻ കൊണ്ടുപോയി കടയിലൊക്കെ വല്ലപ്പോഴും വിടാറ്. അപ്പോൾ അവിടുത്തെ നിങ്ങളെ കൂടെ ഫുൾ ടൈം ഉള്ള വാർഡനും മെൻറ്ററും അവരുടെ ഒരു പ്രസൻസ് എനിക്ക് എത്രത്തോളം? അവരൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. മെൻറ്റർ ആണെങ്കിലും മെൻറ്റർ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മുടെ ഭരത്തേട്ടനാണ് നമ്മുടെ മെൻറ്റർ. നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ ഒന്ന് ചോദിക്കുമല്ലോ, എന്താ പഠിക്കാത്തത്, എക്സാമിൽ എത്ര സ്കോർ ഉണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കുമോ? അപ്പൊ ഭരത്തേട്ടൻ പറയും ഇന്ന് നമ്മളെ കൂട്ടി കൊണ്ടുവരണം, ഇങ്ങനെ ആയാൽ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിച്ചത് റെഡിയാക്കും. നീ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ജേണി, ഒരു പാറ്റേൺ ഉണ്ട്. എങ്ങനെ പഠിക്കാൻ, എത്ര സമയം പഠിക്കണം, എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം, എത്ര സമയം ഏത് സമയത്ത് എണീക്കണം, ഏത് സമയമാണ് പഠിക്കാൻ, അങ്ങനെ ഒരു ആ ജേണിക്ക് ഒരു പാറ്റേൺ ഉണ്ട്. അത് ആക്ച്വലി റിപ്പീറ്റ് ചെയ്ത് നമുക്കൊരു 2-3 മാസം പഠിക്കുമ്പോഴാണ് നമുക്ക് അതിലേക്ക് അഡാപ്റ്റ് ആവാം. നീ എങ്ങനെ അതിലേക്ക് അഡാപ്റ്റഡ് ആയി? എത്രത്തോളം പെട്ടെന്ന് അതിലേക്ക് അഡാപ്റ്റഡ് ആയിട്ടുണ്ട്? ഒരു ദിവസം എത്ര സമയം പഠിക്കുമായിരുന്നു? ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യുമായിരുന്നു? എങ്ങനെയാണ് ആ ജേണി മുന്നോട്ട് കൊണ്ടുപോയത്? ഞാൻ ആദ്യമൊക്കെ കുറച്ച് സമയമായിരുന്നു പഠിക്കുള്ളൂ. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലുള്ള ദിവസം ക്ലാസ് കാണാൻ നേരം കിട്ടുള്ളായിരുന്നു. പിന്നെ നമ്മൾ ഓരോ ദിവസമായി മാറി മാറി വന്ന് നമുക്ക് തീർക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അഡാപ്റ്റ് ആയി വന്നതാണ്. പിന്നെ DPP ആണ് ഏറ്റവും. അതിനെത്ര സമയം എടുത്തു ആ ഒരു
ഗ്രാജുവലി അതിങ്ങനെ റെഡി ആയി വരാൻ ഒരു 1-2 മാസം 2 മാസം എടുത്തു. ഞാൻ ഫസ്റ്റ് JB കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഇതിലേക്ക് ഫസ്റ്റ് JBക്ക് ശേഷമാണ് ഫസ്റ്റ് JB അതുവരെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്, അത് ഓക്കെ ആയി പോയി. എന്നാൽ അതിനുശേഷമാണ് കുറച്ചും കൂടി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയത്. പിന്നെ DPPs തന്നെയായിരുന്നു ഫിസിക്സ്. നമ്മുടെ DPP അല്ലാതെ വേറെ ഏതെങ്കിലും മെറ്റീരിയലോ വേറെ ഏതെങ്കിലും സോഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആപ്പില് ഉള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത് ചെയ്യും. ഇത് കഴിഞ്ഞാൽ മാത്രം DPP ഫുള്ള് ചെയ്താൽ മാത്രമേ പുറത്ത് പോകുള്ളൂ. DPP ആണ് ഏറ്റവും നന്നായി നോക്കിയത്. പിന്നെ പഞ്ച് അതൊക്കെ അത്യാവശ്യം. നിങ്ങൾ എക്സാമിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസും അതൊക്കെ പിന്നെ റിവൈസ് ചെയ്തിരുന്നു? ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നീറ്റ് ഈ ഇത്രയും ടഫാണെന്ന് പറയപ്പെടുന്ന നീറ്റ് എഴുതുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തത് കൊണ്ട് കോൺഫിഡൻസിലൂടെ എഴുതാൻ പറ്റിയിരുന്നു? അതെ, ഈ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ സൈലത്തിൽ നമ്മൾ എക്സാം എഴുതുമ്പോഴും നല്ല ടഫുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഇത്രയും അധികം ടഫുള്ള ക്വസ്റ്റ്യൻ ഒരു എക്സാമിലായി വന്നില്ല. അതാണ് നമുക്ക് ഇവിടെ ടെൻഷൻ കൂടാൻ കാരണം. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ പ്രാക്ടീസ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് ടഫ് ആയപ്പോൾ കൂടുതൽ ഒരുമിച്ച് വന്നപ്പോൾ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും മാനേജ് ചെയ്തു. ഇപ്പോൾ സൈലത്തിൽ ഇതാ ഈ വർഷത്തെ റിപ്പീറ്റേഴ്സിന്റെ ക്ലാസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ 1ാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നീ വന്ന സമയത്ത് പഠിച്ച് ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അതേ മാനസികാവസ്ഥയിലാണ് ഈ വർഷത്തെ റിപ്പീറ്റേഴ്സ് ഇപ്പോൾ നിൽക്കുന്നത്. അവർക്ക് പല ആശങ്കകളും ഉണ്ടാവും. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ടഫാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ പല ടെൻഷൻസും ഒരു പക്ഷേ ഈ വർഷത്തെ റിപ്പീറ്റേഴ്സ് അനുഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ നിനക്ക് അവരോട് കൊടുക്കാനുള്ള എന്താ പറയുക ഒരു അഡ്വൈസ് എന്താണ്? നീ ഈ ഒരു ടോപ്പ് സ്കോറിലേക്ക് എത്തി, അപ്പോൾ അതിലേക്ക് എത്താൻ നിന്നെ സഹായിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, നീ എന്തൊക്കെയാണ് ചെയ്തത്, എനിക്ക് അതിൽ നിന്ന് എനിക്ക് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്. നമ്മളിപ്പോൾ എങ്ങനെ പോയാലും നമ്മളെ പഠിപ്പിൽ നിന്ന് തെന്നി മാറാം, അല്ലെങ്കിൽ കുറച്ച് ഡൗൺ ആവാം. എല്ലാപ്പോൾ മാർക്ക് നമുക്ക് ഹൈ ആയിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ താഴോട്ട് വരും. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൈവിടരുത്. നമ്മൾ പഠിപ്പ് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. എനിക്കിപ്പോൾ കിട്ടത്തില്ല, ഇല്ല ഞാൻ ഇനി ഒരു വർഷം കൂടി വരിക, അങ്ങനെ പറഞ്ഞിരിക്കാനേ പാടില്ല. നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ കൂട്ടി വരാൻ മാത്രം ശ്രമിക്കാം. നമ്മൾ ഇന്നലത്തെ എൻ്റെ മാർക്കിനേക്കാളും എത്ര ഇന്ന് കൂടി അത് നമ്മൾ ചിന്തിക്കുക. നമ്മളല്ലാതെ പിന്നെ മറ്റുള്ളവരെക്കാളും എത്ര താഴെയാണ് ഞാൻ, അല്ലെ എന്നേക്കാൾ എത്ര ആൾക്കാർ മേലെയുണ്ട്, ഇതൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ഇന്നലത്തെ നമ്മളെക്കാളും നമ്മൾ എത്ര മേലെയാണ്, അത്ര ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ കൂടി ഹൈയിലെത്തും. എപ്പോഴും നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യേണ്ടത് നമ്മളായിട്ട്. ഇന്നലെ നമ്മൾ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് നമ്മൾ എപ്പോഴും കൂടാൻ വേണ്ടി ശ്രമിക്കുക. ഒറ്റ കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പം നിനക്ക് അറൗണ്ട് 600 സ്കോർ നീറ്റിൽ വന്നിട്ടുണ്ട്. നീ എഴുതിയ മോക്ക് എക്സാമുകളിൽ നീ സ്കോർ ചെയ്ത ഏറ്റവും ലീസ്റ്റ് സ്കോർ എത്ര? ഞാൻ മോക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം മോക്ക് എഴുതുന്നത് 400 മാർക്കാണ് സ്കോർ ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് പോയിരുന്നു, ഇതെന്താ ഞാൻ മാത്രം ഇങ്ങനെ. അപ്പോൾ പിന്നെ ഞാൻ ഓരോ മോക്ക് കഴിയുമ്പോഴും കൂടി അങ്ങനെയാണ് കൂടി വന്ന് അവസാനം ഒരു 690 വരെ പോയിട്ടുണ്ട് ഇവിടുത്തെ മോക്കിൽ. അപ്പം പിന്നെ കുറച്ച് കോൺഫിഡൻസ് ആയി, എനിക്ക് കിട്ടും സാധ്യതയുണ്ട് എന്നുള്ളൊരു അതിലേക്ക് എത്തിയ അവസാനം. അപ്പോൾ അഭിനവ്, നമുക്കിനി നല്ലൊരു മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യണം. ഈ ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോളേജിൽ നിനക്ക് കിട്ടട്ടെ. മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് നിൻ്റെ അടുത്തേക്ക് വരും. നല്ല ഒരു ഡോക്ടറായിട്ട് സൊസൈറ്റിക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നല്ലൊരു ഡോക്ടറായിട്ട് എനിക്ക് മാറാൻ സാധിക്കട്ടെ. സൈലം നിന്നോടൊപ്പം എപ്പോഴും ഉണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ കരിയർ. താങ്ക് യു സർ.